കൂട്ടുകാരി ചന്ദ്രകാന്തം പുത്തൻ പ്രൊമോന്റെ വിശേഷങ്ങളുമായിട്ടാട്ടോ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ഒരു പ്രൊമോയില് എനിക്ക് തോന്നിയത് വേറൊന്നുമല്ല, ആ ഒരു പുതിയ കഥാപാത്രത്തിന്റെ വരവ് വെറുതെ ഇട്ട് നമ്മുടെ ചന്ദ്രകാന്തം പരമ്പരയെ വെറുതെ വലിച്ചു നീട്ടുന്ന കുറച്ച് മുഹൂർത്തങ്ങളാട്ടോ ഇന്ന് കാണുവാൻ സാധിച്ചത്. ഇന്ന് നമ്മുടെ നന്ദ നമ്മുടെ പിങ്കിക്ക് വേണ്ടി മാമ്പഴം ജ്യൂസൊക്കെ അടിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഗിരിജ ആ ഒരു പുതിയ അതിഥി വന്ന് പറയുന്നുണ്ട്, എന്തിനാണ് അവൾക്കിപ്പോൾ ജ്യൂസിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ അടിച്ചു കൊടുത്തോളാം, നിന്റെ കൈ കൊണ്ടൊന്നും അവൾക്ക് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ ആർക്കും വേണ്ടെങ്കിൽ കൊണ്ട് വാഷ് ബേസിൽ ഒഴിച്ചു കളാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ നന്ദയെ ആക്ഷേപിക്കുന്നുണ്ട് കേട്ടോ. അവർക്കെല്ലാം ഗൗതമിന്റെ കൈ കൊണ്ട് മതി, നന്ദയുടെ കൈ കൊണ്ടോട്ട് വേണ്ടതാനും. അപ്പൊ നമ്മുടെ നന്ദ പറയുന്നുണ്ട് അങ്ങനെ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പിങ്കിനെ കുത്തിന് പിടിച്ചിട്ട് ആ പിങ്കിയുടെ വായിൽ കൂടി ഇങ്ങനെ ബലമായിട്ട് പിടിച്ച് ഒഴിച്ച് കുടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശേഷം നമ്മുടെ ഗിരിജ ഇതൊക്കെ ഒരു കംപ്ലൈന്റ് ആയിട്ട് നമ്മുടെ വല്യമ്മയുടെ അടുത്ത് എന്ന് പറയുന്നുണ്ട്. നന്ദ ഇങ്ങനെ ഭയങ്കര എന്താ പറയാ അധികാരം എടുക്കുന്നു, അതെടുക്കുന്നു, ഇതെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഗിരിജ കുറെ കംപ്ലൈന്റ് പോലെ നമ്മുടെ വല്യമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇനി പിങ്കിയുടെ കാര്യങ്ങൾ കുഞ്ഞിന്റെ അച്ഛൻ ഗൗതം നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. സാധാരണ നാട്ടിൽ നടപ്പ് ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയാലും ഒരു വേറൊരു സ്ത്രീയെ തന്നെയാണ് ഏൽപ്പിക്കാറുള്ളത്, ഒരു പുരുഷനെ ഏൽപ്പിക്കുന്നത് അങ്ങനെ പതിവില്ലാത്തൊരു കാര്യമാണ്. ഇവിടെ അപ്പൊ നമ്മുടെ ഗിരിജ അവിടെയും പറയുന്നുണ്ട് ഗൗതം കുഞ്ഞിന്റെ അച്ഛൻ നോക്കട്ടെ, കുഞ്ഞിന്റെ എന്താ പറയാ ഒരു അമ്മയുടെ കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. എന്തെന്നൊക്കെയാണ് നടക്കുന്നത്, ഒട്ടും നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ഒന്നും മാച്ചില്ലാത്തൊരു കാര്യങ്ങളായിട്ട് ഈ ഒരു കഥയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വല്യമ്മ ഇതിന് എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത്? നമ്മുടെ പിങ്കിയുടെ കാര്യങ്ങൾ തിരികെ നമ്മുടെ ഗൗതമിനെ തന്നെ ഏൽപ്പിക്കുമോ? ഗൗതമാണെങ്കിൽ നമുക്കറിയാം പോലീസ് ഓഫീസറാണ്, വലിയ തിരക്കുള്ള ആളാണെന്നൊക്കെ. അപ്പൊ നമ്മുടെ പിങ്കിയുടെ കാര്യം നോക്കി അവിടെ വീട്ടിലിരിക്കാൻ പറ്റുമോ? അതും ഒരു ചോദ്യം തന്നെയാണല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണട്ടോ നന്ദ ഇതിനെതിരെ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത്. സ്വന്തം കുഞ്ഞിന്റെ കാര്യമാണ് നോക്കുന്നതിൽ അവിടെ നിഷേധിക്കപ്പെട്ടു പോകുന്നത് നമ്മുടെ നന്ദ. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.